തിരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ അതേ മാതൃകയിൽ പന്തല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികൾക്ക് ആവേശമായി. തെരഞ്ഞെടുപ്പിന്റെ മാതൃക കുട്ടികളെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ ഇന്ന് നടത്തിയത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, ചിഹ്നം അനുവദിക്കൽ ഇതൊക്കെ നടത്തിയതിനു ശേഷമാണ് ഇലക്ഷൻ നടത്തിയത്. പതിവ് തിരഞ്ഞെടുപ്പ് രീതികളിൽ നിന്നും വ്യത്യസ്തമായി ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചുള്ള തിരഞ്ഞെടുപ്പും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള തിരഞ്ഞെടുപ്പും ഒരുപോലെ പരിചയപ്പെടാൻ ഇടയാക്കുന്നതായിരുന്നു ഇത്തവണത്തെ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ്. വിദ്യാർത്ഥികൾ വോട്ട് ചെയ്യാൻ സ്കൂൾ ഐഡന്റിറ്റി കാർഡ് നിർബന്ധം. തികഞ്ഞ അച്ചടക്കത്തോടെ വോട്ടെടുപ്പ് നിയന്ത്രിക്കാനും ID കാർഡുകൾ പരിശോധിക്കാനും യൂണിഫോം അണിഞ്ഞ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ. അകത്തു കയറിയാൽ പോളിംഗ് ഓഫീസറായും പ്രിസൈഡിംഗ് ഓഫീസർമാരും മഷി പുരട്ടാനും JRC കേഡറ്റുകൾ. വോട്ടിംഗ് മെഷീൻ നിയന്ത്രിക്കുന്ന ലിറ്റിൽ ഗൈഡ്സ് അംഗങ്ങൾ. ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ പാലിക്കേണ്ട എല്ലാ നടപടികളും ഘട്ടങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടാണ് പന്തല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ നടത്തിയത്. ഈ ഇലക്ഷനിൽ നമുക്ക് സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ നല്ല പങ്കാളിത്തമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് SPC, JRC, അതുപോലെ തന്നെ പ്രത്യേകം ലിറ്റിൽ കൈറ്റിലെ വിദ്യാർത്ഥികളും ഈ ഇലക്ഷനിൽ വളരെ സാന്നിധ്യം അറിയിച്ചു. ആദ്യം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തുടർന്ന് ഓരോ ക്ലാസുകളിൽ നിന്നും ബാലറ്റ് പേപ്പറുകൾ വഴി ക്ലാസ് പ്രതിനിധികളെ തെരഞ്ഞെടുത്തു. പിന്നീട് സ്കൂൾ ലീഡർ, ഡെപ്യൂട്ടി ലീഡർ, ആർട്സ് ലീഡർ, സ്പോർട്സ് ലീഡർ എന്നീ 4 സ്ഥാനങ്ങളിലേക്ക് നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുകയും സൂക്ഷ്മ പരിശോധന നടത്തുകയും ചെയ്തു. സ്കൂൾ ലീഡർ സ്ഥാനത്തേക്കുള്ള പത്രിക സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം തള്ളുകയും ചെയ്തു. ഡെപ്യൂട്ടി ലീഡർ പോസ്റ്റ് വനിതാ സംവരണമായിരുന്നു. ഓരോ സ്ഥാനാർത്ഥിക്കും ചിഹ്നം അനുവദിച്ചതോടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തിറങ്ങി. പിന്നീട് പ്രചാരണമായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെയും ക്ലാസുകളിൽ വിദ്യാർത്ഥികളെ നേരിട്ട് കണ്ടും സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥിച്ചു. ഒരു കുട്ടിക്ക് 4 വോട്ട്, നോട്ടയ്ക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരവും ഉണ്ടായിരുന്നു. 2300ഓളം വരുന്ന വിദ്യാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തിയതോടെ വോട്ടെടുപ്പ് അവസാനിച്ചു. തുടർന്ന് ഫലപ്രഖ്യാപനം. അധ്യയന വർഷത്തിലെ സ്പോർട്സ് ലീഡർ മത്സരത്തിലേക്ക് 748 വോട്ടോടെ മുഹമ്മദ് ആദിൽ സ്പോർട്സ് ലീഡറായി സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. 1329 വോട്ടോടെ ഹഫ ഫാത്തിമയും ആർട്സ് ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 1542 വോട്ടോടെ ഖദീജ ഹസ MP ഡെപ്യൂട്ടി ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. സയ്യിദ് ഫാദി ഹാമിദ് 656 വോട്ടോടെ സ്കൂൾ ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഹെഡ് മാസ്റ്റർ രഘുനാഥൻ മാഷിന്റെ നേതൃത്വത്തിൽ സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബ്ബാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചത്.